നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ SIയുടെ 2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SI പരീക്ഷയുടെ സിലബസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 510/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഉയർന്ന സാലറിയോടുകൂടി 45,600 രൂപ മുതൽ 95,600 രൂപ വരെ വലിയ സാലറിയുള്ള ഒരു റെസ്പെക്റ്റബിൾ പോസ്റ്റാണ് SI എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഡ്രീം പോസ്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ പോസ്റ്റിലോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ആ സിലബസ് മുഴുവനായിട്ടും അറിഞ്ഞിരിക്കണം. ഡിഗ്രിയാണ് കാറ്റഗറിയിലെ ഈ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻസ് വരിക. അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്കൊന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പോകാൻ ഓടിച്ചിട്ട് ജനറൽ നോളേജിൽ നിന്നും ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് 10 മാർക്ക്, ജിയോഗ്രഫിയിൽ നിന്നും 5 മാർക്ക്, എക്കണോമിക്സിൽ നിന്നും 5 മാർക്ക്, സിവിക്സിൽ നിന്നും 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഭാഗങ്ങളിൽ നിന്നും 10 മാർക്ക്, ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്ക്. ദെൻ സെക്കൻഡ് ടോപ്പിക്ക് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ആണ്. അതിൽ നിന്ന് 20 മാർക്കാണ്. ജനറൽ നോളേജിൽ നിന്ന് 50 മാർക്കിൽ ചോദ്യം വന്നു. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ദെൻ റീജിയണൽ ലാംഗ്വേജ്, അതായത് മലയാളമായിരിക്കും മിക്കവാറും എല്ലാവരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, 10 മാർക്കും. അങ്ങനെയാണ് നമ്മുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഹിസ്റ്ററിയിൽ കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്കും, ജിയോഗ്രഫിയിലെ ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, ഇന്ത്യ, കേരള ജിയോഗ്രഫി തുടങ്ങിയ ഭാഗത്തിൽ നിന്നും, ദെൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ കറണ്ട് അഫെയർസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ടോപ്പിക്കുകൾ നിങ്ങൾ ന്യൂസുകളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ അത് പഠിച്ചു വയ്ക്കുക. ദെൻ ജിയോഗ്രഫിയിൽ 5 മാർക്കാണ്, എക്കണോമിക്സിൽ 5 മാർക്ക്. എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നീതി ആയോഗും 5 ഇയർ പ്ലാനുകളും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് കമ്മീഷനൊന്നും വിട്ടുപോവുക ചെയ്യരുത്. അതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് ബഡ്ജറ്റ്. അപ്പോൾ എക്കണോമിക്സിൽ നിന്നും ബഡ്ജറ്റിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മെയിൻസ് പരീക്ഷകളാകുമ്പോൾ ബഡ്ജറ്റിൽ നിന്നും ഇത്തിരി ഡീപ്പായിട്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ സിവിക്സിൽ നിന്നും 5 മാർക്ക്, ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 5 മാർക്ക്, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്നും അത് അവരുടെ കറണ്ട് അഫെയറിൽ നിന്നും ഇപ്പോൾ നമുക്ക് കേലോ ഇന്ത്യ മത്സരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള ഗെയിംസ് പോലെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മെഡൽ നേട്ടങ്ങളും കാര്യങ്ങളും ഒളിമ്പിക്സ് പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. 10 മാർക്കാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും 5 മാർക്കും, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്കും, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്കാണ്. അതിൽ കണക്ക്, ലഘുഗണിതം എന്ന ഭാഗത്തിൽ നിന്ന് 10ഉം, മാനസിക ശേഷി മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 10 മാർക്കും അങ്ങനെയാണ്. ദെൻ ജനറൽ ഇംഗ്ലീഷിൽ 20 മാർക്കാണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 10 മാർക്കും, വൊക്കാബുലറിയിൽ നിന്ന് 10 മാർക്കുമാണ്. ദെൻ മലയാളത്തിൽ നിന്നും 10 മാർക്കാണ്. അങ്ങനെയാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ മെയിൻസ് ക്വാളിഫൈ ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻസിലെ സിലബസിലുള്ള ഒരുപാട് ടോപ്പിക്ക് പ്രിലിംസിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്കുകൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ആദ്യം പഠിച്ചു തുടങ്ങുക. രണ്ടിനും, മെയിൻസിനും പ്രിലിംസിനും ഒരുമിച്ച് പഠിച്ചു തുടങ്ങുക. ദെൻ പ്രിലിംസ് കഴിയുന്നത് വരെ പ്രിലിംസിൻ്റെ ടോപ്പിക്കുകൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പാസ്സായില്ലേ, റിസൾട്ട് വന്നോ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, മെയിൻസിനുള്ള പഠിച്ചു തുടങ്ങുക. ലാഗ് ആക്കരുത്, ഗ്യാപ്പ് ഇടരുത്. കാരണം കുറച്ച് സമയം നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുള്ളൂ. ദെൻ നമുക്ക് മെയിൻസിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. IPC ഒക്കെ മാറ്റി ഭാരത് ന്യായ സംഹിതയൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ടോപ്പിക്കിലുള്ള വ്യത്യാസങ്ങളുണ്ട്. മെയിൻസിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 45 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. ഇപ്പോൾ 45 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 മാർക്കിൽ 45 മാർക്ക്, ബാക്കി 65 മാർക്കാണ് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് വരുന്നുള്ളൂ. അതിൽ ജനറൽ നോളേജിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്ന് 3 മാർക്കും, ജിയോഗ്രഫിയിൽ നിന്ന് 3 മാർക്കും, എക്കണോമിക്സിൽ നിന്ന് 3 മാർക്ക്, കേരള ഗവൺമെൻറ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും 5 മാർക്ക്,
ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്നും 6 മാർക്ക്. എല്ലാ മെയിൻസ് എക്സാമുകളിലും ഒരു സ്ഥിരം ടോപ്പിക്കാണ് ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അതിൽ 6 മാർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മെയിൻസ് എക്സാമുകളിലും ഉണ്ട്. അപ്പോൾ അത് അത്രയും ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. SI എന്ന ടെസ്റ്റ് മാത്രമല്ല, മറ്റെല്ലാ ടെസ്റ്റുകൾക്ക് പഠിക്കുമ്പോഴും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്ക് പഠിക്കുമ്പോഴും ഈ ഒരു സിലബസ് ഏറെക്കുറെ സിമിലറാണ്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിലാവും മാറ്റം വരിക. അത് പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ നിന്നും 5 മാർക്കും, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി റീസണിങ്ങിൽ നിന്ന് 10 മാർക്കും, ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ നിന്നും 10 മാർക്ക്, അഥവാ കന്നഡ തമിഴ് ആയിരിക്കാം, അതിൽ നിന്ന് 10 മാർക്കും. ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് സബ്ജക്ട് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് ദ പോസ്റ്റ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ടോപ്പിക്കുകൾ കൂടി അവിടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ 45 മാർക്കിലെ കുറച്ച് മാർക്ക് നമുക്ക് ആദ്യത്തെ പഠനത്തിൽ തന്നെ നമുക്ക് കിട്ടും. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മുന്നേ മുതലേ പഠിച്ചു വരുന്നുണ്ട്. പ്രിലിംസിനടക്കം നമുക്ക് ആവശ്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 45 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ജനറൽ നോളജിൽ നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററിയിൽ നിന്ന് 3 മാർക്കാണ്. കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, ഏറെക്കുറെ എല്ലാ ടോപ്പിക്കിലും എല്ലാ സിലബസിലും സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ 3 മാർക്കേ ആകെ കിട്ടുന്നുള്ളൂ. ജിയോഗ്രഫിയിലും 3 മാർക്ക്, എക്കണോമിക്സിലും 3 മാർക്ക്, കേരള ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും 5 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് പോസിറ്റീവ് ഓർഗാനിസം, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് തുടങ്ങിയ ഭാഗത്ത് നിന്ന് 6 മാർക്കിനാണ് ചോദ്യം. കറണ്ട് അഫെയറിൽ നിന്നും 5 മാർക്കുമാണ് ചോദ്യം വരില്ല. ദെൻ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ നിന്നും 5 മാർക്ക്, അങ്ങനെ 10 മാർക്കും. ജനറൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 5 മാർക്കും, വൊക്കാബുലറിയിൽ നിന്നും 5 മാർക്കും, ദെൻ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ നമുക്ക് ഇവിടെ പ്രാധാന്യത്തോടുകൂടി നോക്കേണ്ട കാര്യം 45 മാർക്കിൻ്റെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത് അതിലെ പാർട്ട് 1-ൽ 5 മാർക്കിനാണ്. പാർട്ട് 1 ഭാരതീയ ന്യായ സംഹിത 2003 നമ്മൾ പരിഷ്കരിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് 5 മാർക്കിന് ഉൾപ്പെടുത്തുക. അവിടെ ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ നിന്നും സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 2-3 വേർഡ്സ്, എക്സ്പ്രഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ ചൈൽഡാണ്. 2-4 കൗണ്ടർ ഫൈറ്റ്, 2-8 ഡോക്യുമെൻറ്റ്, 2-13 ഹാർബർ, 2-14 ഇഞ്ചുറി, 2-28 പബ്ലിക് സർവൻറ്റ്, 3-5 ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ. ദെൻ പണിഷ്മെൻറ്റിനെ കുറിച്ച് സെക്ഷൻസ് 4 മുതൽ 11 വരെയാണ് കണ്ടൻറ്റ് പണിഷ്മെൻറ്റ്. ജനറൽ എക്സ്പ്ലനേഷൻസ് സെക്ഷൻസ് 14 and 17 മിസ്റ്റേക്സ് ഓഫ് ഫാക്ട്സ്, 15 and 16 ജുഡീഷ്യൽ ആക്ട്സ്, 18 ആക്സിഡൻറ്റ്, സെക്ഷൻ 19 നെസസിറ്റി, 20 and 21 ഇൻഫൻസി, 22 ഇൻസാനിറ്റി, 23 and 24 ഇൻടോക്സിക്കേഷൻ, 25 മുതൽ 30 വരെ കൺസെൻറ്റ്, 31 കമ്മ്യൂണിക്കേഷൻസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, 32 കമ്പൾഷൻ, 33 ട്രിഫിൾസ് സ്ലൈറ്റ് ഹാം, 34 to 44 പ്രൈവറ്റ് ഡിഫൻസ് എന്നീ ഭാഗങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ്. ഒഫൻസസ് എന്തൊക്കെയാണ്, പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 63 മുതൽ 66 വരെ റേപ്പിനെ കുറിച്ചുള്ള ഒഫൻസുകളാണ്. 67 സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ ടൈമിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. ദെൻ 68 സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. ദെൻ 69 സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ ഡിസിറ്റ്ഫുൾ മീൻസ്. ദെൻ സെക്ഷൻ 70 ഗ്യാങ് റേപ്പിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 71 റിപ്പീറ്റ് ഒഫൻസ്. സെക്ഷൻ 72 ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്ടിംസ്. സെക്ഷൻ 74 ഔട്ട്റേഞ്ചിങ് മോഡസ്റ്റി ഓഫ് വുമൺ. സെക്ഷൻ 75 സെക്ഷുവൽ ഹറാസ്മെൻറ്റ്. സെക്ഷൻ 76 ഡിസോർബിംഗ്. സെക്ഷൻ 77 വോയറിസം. സെക്ഷൻ 78 സ്റ്റാക്കിംഗ്. സെക്ഷൻ 79 ഇൻസൾട്ട് ടു മോഡസ്റ്റി ഓഫ് വുമൺ. സെക്ഷൻ 80 മോക്ക് മാരേജ്. സെക്ഷൻ 80 ദൊരൈ ഡെത്ത്, ഡൗരി ഡെത്ത്. ദെൻ സെക്ഷൻ 81 മോക്ക് മാരേജ്. സെക്ഷൻ 82 ബൈഗാമി. സെക്ഷൻ 83 ഫ്രോഡ്ലൻഡ് മാരേജ് സെറിമണി വിത്തൗട്ട് ലോഫുൾ മാരേജ്. സെക്ഷൻ 84 എൻറ്റിസിങ് ഓർ ടേക്കിംഗ് എവേ ഓർ ഡിറ്റെയിനിങ് വിത്ത് ക്രിമിനൽ ഇൻറ്റൻറ്റ് എ മാരീഡ് വുമൺ. സെക്ഷൻ 85 and 86 ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ്.
സെക്ഷൻ 87 കിഡ്നാപ്പിംഗ് എക്സെട്ര ഓഫ് എ വുമൺ ടു കമ്പൽ മാരേജ്. സെക്ഷൻ 88 ടു 90 90 കോസിംഗ് മിസ് കാരിയേജ്. സെക്ഷൻ 93 എക്സ്പോഷർ ഓർ അബൻഡ്മെൻറ്റ് ഓഫ് ചൈൽഡ്. സെക്ഷൻ 94 സീക്രട്ട് ഡിസ്പോസൽ ഓഫ് ചൈൽഡ്സ് ഡെഡ് ബോഡി. സെക്ഷൻ 95 ഹയറിംഗ് എക്സെട്ര ഓഫ് ചിൽഡ്രൻ ടു കമ്മിറ്റ് ഒഫൻസ്. സെക്ഷൻ 96 പ്രൊക്യുറേഷൻ ഓഫ് ചൈൽഡ്. സെക്ഷൻ 97 കിഡ്നാപ്പിംഗ് ഓർ abusing child. സെക്ഷൻ 98 and 99 selling or buying child for the purpose of prostitution. Then offenses of against the affecting the human body, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബോഡിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻ 100 and 105 കൾപ്പബിൾ ഹോമിസൈഡ്. സെക്ഷൻ 101 and 103 മർഡർ. സെക്ഷൻ 102 കോസിംഗ് ഓഫ് ഡെത്ത് ഓഫ് പേഴ്സൺ അതർ ദാൻ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻഡഡ്. സെക്ഷൻ 103(2) മോബ് ലിഞ്ചിങ്. സെക്ഷൻ 104 മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്. സെക്ഷൻ 106 കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. സെക്ഷൻ 107 and 108 അബൻഡ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, അറ്റൻമെൻറ്റ് ഓഫ് സൂയിസൈഡ്. സെക്ഷൻ 109 അറ്റൻഡ് ടു മർഡർ. സെക്ഷൻ 110 അറ്റൻഡ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. സെക്ഷൻ 111 ഓർഗനൈസ്ഡ് ക്രൈം. സെക്ഷൻ 112 പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. സെക്ഷൻ 113 ടെററിസ്റ്റ് ആക്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് 113 ടെററിസ്റ്റ് ആക്ട്. സെക്ഷൻ 114 and 115 ഹേർട്ട്. സെക്ഷൻ 116 and 117 ഗ്രീവിയസ് ഹേർട്ട്. സെക്ഷൻ 118 കോസിംഗ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ്. സെക്ഷൻ 119 കോസിംഗ് ഹേർട്ട് ടു എക്സ്പോർട്ട് പ്രോപ്പർട്ടി ഓർ ടു കോൺസ്ട്രെയിൻ ടു ആൻ ഇല്ലീഗൽ ആക്ട്. സെക്ഷൻ 120 കോസിംഗ് ഹേർട്ട് ടു extort confession or to compel restoration of property. സെക്ഷൻ 121 കോസിംഗ് ഹേർട്ട് ടു ഡിറ്റർ പബ്ലിക് സർവൻറ്റ് ഫ്രം ഹിസ് ഡ്യൂട്ടി. സെക്ഷൻ 124 കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ് എക്സെട്ര. സെക്ഷൻ 125 ആക്ട്സ് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ സേഫ്റ്റി ഓഫ് അതേഴ്സ്. സെക്ഷൻ 126 റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്. സെക്ഷൻ 127 റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. സെക്ഷൻ 129 ക്രിമിനൽ ഫോഴ്സ്. സെക്ഷൻ 130 അസാൾട്ട്. സെക്ഷൻ 137 കിഡ്നാപ്പിംഗ്. സെക്ഷൻ 138 അബ്ഡക്ഷൻ. സെക്ഷൻ 143 ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ. സെക്ഷൻ 145 ഹാബിച്വൽ ഡിലേയിങ് ഇൻ സ്ലേവ്സ്. സെക്ഷൻ 146 അൺലോഫുൾ കമ്പൽസറി ലേബർ. ദെൻ ഒഫൻസസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി. സെക്ഷൻസ് 181 അൺലോഫുൾ അസംബ്ലി. സെക്ഷൻ 191 റയോട്ടിംഗ്. സെക്ഷൻ 194 അഫ്രേ. സെക്ഷൻ 195 അസോൾട്ടിംഗ് ഓർ ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സെർവൻറ്റ് വെൻ സപ്രസിംഗ് റയോട്ട് എക്സെട്ര. സെക്ഷൻ 196 പ്രൊമോട്ടിംഗ് enmity between different groups. സെക്ഷൻ 197 imputations, assertions prejudicial to national integration. Then offenses by or relating to public servants. Sections 198 disobeying law with intent to cause injury to any person. Section 199 disobeying direction under law. Section 200 non treatment of victim. Section 201 framing an incorrect document with intent to cause injury. Section 202 unlawful engaging in trade. Section 203 unlawful buying or bidding for property. Section 204 personating a public servant. Section 205 wearing grab or carrying token used by public servant fraudulently. Offenses against property. Section 303 തെഫ്റ്റ്. സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് തെഫ്റ്റ്. മുൻ പരീക്ഷകളിൽ ചോദ്യപേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെഫ്റ്റ്. 303 ന്യായസംഹിതയിൽ, ഭാരതീയ ന്യായസംഹിതയിൽ തെഫ്റ്റിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സെക്ഷൻ 303. ദെൻ അടുത്ത സെക്ഷൻ 304 സ്നാച്ചിങ് ആണ്. സെക്ഷൻ 309 റോബറി. സെക്ഷൻ 310 ഡക്കോയിറ്റി. സെക്ഷൻ 314 ഡിസോണസ്റ്റി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. സെക്ഷൻ 316 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. സെക്ഷൻ 317 സ്റ്റോളൻ പ്രോപ്പർട്ടി. സെക്ഷൻ 318 ചീറ്റിംഗ്. സെക്ഷൻ 319 ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. സെക്ഷൻ 324 മുതൽ 328 വരെ മിസ്ചീഫ്. സെക്ഷൻ 329 ക്രിമിനൽ ട്രസ്പാസ് ആൻഡ് ഹൗസ് ട്രസ്പാസ്. സെക്ഷൻ 330 ഹൗസ് ട്രസ്പാസ് ആൻഡ് ഹൗസ് ബ്രേക്കിംഗ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1-ൽ 5 മാർക്കിനുള്ള ടോപ്പിക്കാണ് ഇത്രയും
ഭാരതീയ ന്യായ സംഹിതയിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാണ്ട്, ഒരുപാട് സെക്ഷൻസ് ഇപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചിട്ടെങ്കിലും സെക്ഷൻസ് ഏതാണെങ്കിലും ക്ലിയർ ആയിട്ട് അറിഞ്ഞു പോകാൻ ശ്രമിക്കുക. ഇവിടെ നിന്നൊക്കെ മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാവും പ്രതീക്ഷിക്കാവുന്നത്. ദെൻ പാർട്ട് 2 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നിന്നുള്ള 2023 അതിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അതിലെ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ് ആദ്യം. സെക്ഷൻ 2A ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. സെക്ഷൻ 2C ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസസ്. സെക്ഷൻ 2G കൊഗ്നിസബിൾ ഒഫൻസ്. സെക്ഷൻ 2H കംപ്ലയിൻറ്റ്. സെക്ഷൻ 2K ഇഞ്ചുറി. 2I ഇൻവെസ്റ്റിഗേഷൻ. 2O നോൺ കൊഗ്നിസബിൾ ഒഫൻസ്. സെക്ഷൻ 2X സമ്മൻസ് കേസ്. സെക്ഷൻ 2Y വിക്ടിം. സെക്ഷൻ 2Z വാറൻറ്റ് കേസ്. Then power of superior officers of police and aid to the magistrate and the police and sections ആണ്. അതിനെക്കുറിച്ചുള്ള സെക്ഷൻസ് ആണ്. 30 പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ്. 31 പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ്. 32 എയ്ഡ് ടു പേഴ്സൺ അതർ ദാൻ പോലീസ് ഓഫീസർ എക്സിക്യൂട്ടിംഗ് വാറൻറ്റ്. പബ്ലിക് ടു ഗിവൺ ഇൻഫർമേഷൻ ഓഫ് certain offenses. Then 34 duty of officers employed in connection with the affairs of village. Then arrest of personsുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് 35 and police may arrest without warrant. 36 procedure of arrest and duties of officer making arrest. 37 designated police officer. Section 38 right of arrest person to meet an advocate. Arrested person to meet an advocate of his choice during interrogation. Then 39 arrest on refusal to give name and residence. Section 40 arrest by private person and procedure on such arrest. Section 41 arrest by magistrate. Section 42 protection of members of the armed forces from arrest. Section 43 arrest how made. Section 43 search of place entered by person sought to be arrested. Section 45 pursuit of offenders into other jurisdiction. Section 46 no unnecessary restraint. Section 47 person arrested to be informed of grounds of arrest and of right to bail. Section 48 obligation of persons making arrest inform about the arrest etc. to relative or friend. Section 49 search of arrested person. Section 50 power to seize offensive weapons. Section 51 examination of accused by medical practitioner at the request of police officer. Section 52 examination of person accused of rape by medical practitioner. Section 53 examination of arrested person by medical practitioner. Section 54 identification of person arrested. Section 55 procedure when police officer deputes subordinate to arrest without warrant. Section 56 health and safety of arrested person. Section 57 person arrested to be taken before magistrate or officers in charge of police station. Section 58 person arrested not be detained more than 24 hours. Section 59 police to report apprehension. Section 60 discharge of person apprehended. Section 61 power on escape to pursue and retake. Then summon and warrants അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ്. സെക്ഷൻ 63 മുതൽ സെക്ഷൻ 82 വരെ 63, 64, 65, 66, 67, 68, 69, 70, 71, 73, 74, 75, 76, 77, 78, 79, 80, 81, 82 ഇത്രയും സെക്ഷനാണ് സമ്മൻസ് ആൻഡ് വാറൻസുമായി ബന്ധപ്പെട്ടുള്ളത്. 66 ഫോം ഓഫ് സമ്മൻസ് ആണ്. 64 സമ്മൻസ് ഹൗ സെർവ്ഡ് തുടങ്ങിയ വിവരങ്ങളാണ്. ദെൻ സെർച്ച് ആൻഡ് സീഷറുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് 96 മുതൽ 110 വരെ. 96 വെൻ സെർച്ച് വാറണ്ട് മേ ബി ഇഷ്യൂഡ് എന്നാണ്. 97, 98, 100, 102 to 110, 105, 106, 107, 108, 109, 110. Then maintenance of public order and tranquility സെക്ഷൻസ് 148, 149, 150, 151. ദെൻ പ്രിവെൻറ്റീവ് ആക്ഷൻസ് ഓഫ് പോലീസ് സെക്ഷൻ 168, 169, 170, 171, 172. The information to the police and their power to investigate സെക്ഷൻ 173 മുതൽ സെക്ഷൻ 196 വരെയുണ്ട്. ദെൻ പാർട്ട് 3 വരുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് 2023. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മുന്നേ ഉണ്ടായിരുന്ന IPC ക്രിമിനൽ പ്രൊസീജിയർ തുടങ്ങിയ നിയമങ്ങൾ മാറ്റിയിട്ടാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയ നിയമങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത്
ലോനെ മാറ്റിയിട്ടാണ് മറ്റ് പുതിയ നിയമം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ നിന്നും 5 മാർക്കാണ്. പലതരത്തിലുള്ള സെക്ഷൻസ് ആണ്. ഡെഫിനിഷൻസ്, കൺഫെഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ബൈ പേഴ്സൺസ് ഹൂ കനോട്ട് ബി കാൾഡ് ആസ് വിറ്റ്നസ്, ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺ വെൻ റിലവൻറ്റ് തുടങ്ങിയ ഭാഗത്തിൽ നിന്നും. ദെൻ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിലും നമ്മൾ കണ്ടുവരുന്ന നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. 2005 ആക്ട് തന്നെയാണ് നമ്മൾ സ്ഥിരം പരീക്ഷകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ 3 മാർക്കാണുള്ളത്. ആ 3 മാർക്ക് ഈ 45 ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 3 മാർക്ക് ഇപ്പം ഇത്ര നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളും നമുക്ക് പുതിയതാണ്. കാരണം ചിലപ്പോൾ മുന്നെയൊക്കെ SIക്ക് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവിടെ IPC സെക്ഷൻസൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. ഇത്രയും അധികം അവിടെ ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ ഭാരതീയ ന്യായ സംഹിത പഠിക്കുന്ന സമയത്ത് ഒരുപാട് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പക്ഷേ സെയിം ആണ്. സെക്ഷൻ 2F ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 8 exemptions from disclosure of information. സെക്ഷൻ 9 grounds for rejection to access in certain cases. സെക്ഷൻ 11 തേർഡ് പാർട്ടി ഇൻഫർമേഷൻ. ഇത്രയും ഭാഗത്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിച്ചു വെച്ചോളുക. എല്ലാ മെയിൻസ് എക്സാമുകൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കണ്ടുവരുന്നുണ്ട്. ദെൻ പാർട്ട് 4ൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 7 മാർക്കാണ് അവിടെ വരിക. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റിട്സ്, ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, പ്രൊഹിബിഷൻ, ടെർഷ്യറി ആൻഡ് കോവാറൻ്റ് തുടങ്ങിയ റിട്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ് ആൻഡ് ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, LSGIs, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104, 105 ആൻഡ് 106. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, ട്രിബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, എക്സെട്ര. ദെൻ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ്. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നും 7 മാർക്കിനാണ് ചോദ്യം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് പ്രിയാമ്പിൾ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, റിട്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മൾ മുൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളായിരിക്കും. അതിൽ നിന്നും കുറച്ചുകൂടി അധികം കാര്യങ്ങൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് നോക്കണം. കൂടുതലായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് സാധ്യത. ഒരു 30 ചോദ്യങ്ങളോളം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതോ 30-30-ലധികമോ പ്രതീക്ഷിക്കാം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നൊരു കാര്യം കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മുൻ പരീക്ഷ പേപ്പറുകളൊക്കെ ആൻസർ ചെയ്ത് ആ ടൈം മാനേജ്മെൻറ്റ് കൃത്യമാക്കാൻ ശ്രമിക്കുക. ദെൻ പാർട്ട് 5 ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്റ്റിൽ നിന്നും 3 മാർക്കാണ്. ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്റ്റിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പഠിച്ചു. അതിൽ നിന്നും 3 മാർക്കും. ഇൻഫർമേഷൻ ആക്ട് കഴിഞ്ഞ ശേഷം നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് IT-യുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട്. 3 മാർക്കാണ് അവിടെ. സെക്ഷൻ 43 penalty and compensation for damage to computer and computer system etc. Section 43A compensation for failure to protect data. Section 65 tampering with computer sources document. Section 66 computer related offenses. Section 66B punishment for dishonesty receiving stolen computer resources or communication devices. Section 66C punishment for identity theft. Section 66D punishment for cheating by personation by using computer resources. Section 66E punishment for violation of privacy. Section 66F punishment for cyber terrorism. Section 67 punishment for publishing or
ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. സെക്ഷൻ 67A punishment for publishing or transmitting material containing sexually explicit act etc. in electronic form. Section 67B punishment for publishing or transmitting materials depicting children in sexually explicit etc. act etc. in electronic form. Then section 72 penalty for breach of confidentiality and privacy. 77(3)B offences with 3-year imprisonment to be bailable. സെക്ഷൻ 78 പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്. അപ്പോൾ ഇത്രയും സെക്ഷൻസ്, കുറച്ചധികം സെക്ഷൻസ് നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്റ്റിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ മുൻ വർഷങ്ങളിലോ അല്ലെങ്കിൽ മുൻ പരീക്ഷകളിലോ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മെയിൻ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഇവിടെ 3 മാർക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു 3 മാർക്ക്, ദെൻ ഇൻഫോർമേഷൻ ആക്റ്റിലെ 3 മാർക്ക്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7 മാർക്ക്, അങ്ങനെ 13 മാർക്ക്. 45-ൽ 13 മാർക്ക്. ആ 13 മാർക്കിൽ മാക്സിമം 13-ൽ 13 വാങ്ങിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കുക. ദെൻ മറ്റ് മാർക്കുകൾ നമ്മൾ ലാസ്റ്റ് മാത്രം സമയം കൊടുത്താൽ, ഇത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സമയം കൊടുത്താൽ മതി. നമുക്കറിയാം 100 ചോദ്യം നമുക്ക് എഴുതി പാസ്സാവാൻ സാധിക്കില്ല. നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വിട്ട് കളയുക, നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈമിൽ നിന്നും 7 മാർക്കിന് ചോദ്യങ്ങളുണ്ട്. IT മേഖലയിൽ നിന്ന് ഇമെയിൽ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ പോർട്ടൽസ്, ബ്ലോഗ്സ് എക്സെട്ര. ദെൻ സൈബർ ഫോറൻസിക്, കമ്പ്യൂട്ടർ ഫോറൻസിക്സ്, നെറ്റ്വർക്ക് ഫോറൻസിക്, ദെൻ CDR അനലൈസിസ്, IPDR അനലിറ്റിക്സ്, IMEI നമ്പർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ഹാക്കിങ്, സൈബർ ബുള്ളിങ്, സൈബർ സ്റ്റാക്കിങ്, ഡിജിറ്റൽ എവിഡൻസ്, പൊട്ടൻഷ്യൽ ഡിജിറ്റൽ ഡിവൈസസ്, വെബ് ഡിഫെൻസ്മെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും മൊത്തം 7 മാർക്കിനുള്ള ചോദ്യം അവിടെ ഉണ്ട്. ദെൻ പാർട്ട് 6 ലാസ്റ്റ് ഒരു പാർട്ട് കൂടിയുണ്ട്. 10 മാർക്കിന് ചോദ്യം വരുന്നൊരു ഭാഗമാണ് സൈക്കോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ BEd ഒക്കെ എഴുതിയ ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ BEd ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ 10 മാർക്ക്. മറ്റ് സാധാരണ PSCയോ അല്ലെങ്കിൽ സാധാരണ ഡിഗ്രിയോ കഴിഞ്ഞ ആൾക്കാർക്ക് കുറച്ച് ടഫായിരിക്കും ഈ ഒരു ഭാഗം, ഒരു പുതുമുള്ള ഭാഗമായിരിക്കും. പക്ഷേ മുൻ വർഷങ്ങളിൽ SI എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിൽ നിന്നുള്ള ടോപ്പിക്കുകൾ സൈക്കോ അനലിറ്റിക്, ബിഹേവിയറലിസ്റ്റിക്, ഹ്യൂമനിസ്റ്റിക് ആൻഡ് ജസാൾട്ട് എന്നീ ഭാഗങ്ങളും. ദെൻ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ അറ്റൻഷൻ, തിങ്കിങ്, മെമ്മറി എന്ന ഭാഗത്തിൽ നിന്നും, ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഇൻ്റലിജൻസ്, ഇമോഷൻസ്, അഗ്രഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ദെൻ സോഷ്യൽ ഡയമെൻഷൻ ഓൺ ബിഹേവിയറിൽ ഫോബിയ, ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ്, സോഷ്യൽ ഡിവൈൻസ്, കൾച്ചറൽ ഡിപ്രിവേഷൻ, പ്രിജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് തുടങ്ങിയ ഭാഗങ്ങളും. ദെൻ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയറിൽ നിന്നും ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ഓഫ് എറിക്സൺ, ദെൻ മോറൽ ഡെവലപ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ഓഫ് കോഹൽബർഗ് തുടങ്ങിയ ഭാഗത്തു നിന്നുമാണ് ചോദ്യങ്ങൾ. അപ്പോൾ മെയിൻസിൽ 55 മാർക്ക് ജനറൽ നോളജിൽ നിന്നും 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നുമാണ് മാർക്കുമാണ്. ആ 45 മാർക്കിൽ 3 മാർക്ക് ഇൻഫോർമേഷൻ ആക്റ്റിൽ നിന്നും, 3 മാർക്ക് IT ആൻഡ് ടെക്നോളജിയിൽ നിന്നും, 7 മാർക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എളുപ്പം സ്കോർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. നമ്മൾ ആ ടോപ്പിക്ക് പക്ക ആക്കിയിട്ട് വേണം പോകാൻ. ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച്, ഇനി 6 മാസമേ ഉള്ളൂ, അധികം സമയമില്ല, ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഒരുപാട് മാർക്കിന് ഉണ്ടാകുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്ലാസ്സുകൾ തന്നെ കേൾക്കണം. പക്ഷേ അത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രിലിമിനറി കൂടിയുണ്ട് എന്നുള്ള കാര്യവും 55 മാർക്കിന് ജനറൽ ടോപ്പിക്കിനുള്ളത് എന്നുള്ള കാര്യവും ശ്രദ്ധിച്ചു പോകണം. അവിടെയാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുക. അത് മാക്സിമം തന്നെ സ്കോർ ചെയ്തിട്ട് മറ്റവിടെ എത്രയാണോ നമുക്ക് സാധിക്കുക, 10 മാർക്ക് നമുക്ക് മാർക്ക് പോവാതെ, ഒരു മാർക്ക് പോലും നെഗറ്റീവ് വരാതെ നമുക്ക് 10 കിട്ടുമെങ്കിൽ ആ 10 നമുക്ക് നേടിയെടുക്കാൻ ഉള്ള പ്രയത്നമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ ചാനലിലൂടെ മറ്റ് ക്ലാസ്സുകളും SIക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിൽ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.